ഹായ് ഹലോ മുത്തുമണീസ്. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എന്താണെന്ന് എല്ലാവർക്കും കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവൂലേ? എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിലിപ്പീൻസിൻ്റെ ഒരു കറി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എനിക്കതെന്തായാലും നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇത് ചിക്കനാണ് ഈ കിടക്കുന്ന പീസ് കേട്ടോ. അതായത് ഇവരിവിടെ കഴിച്ചിട്ട് എന്നോട് ബാക്കി എടുത്തോളാൻ പറഞ്ഞതാണ്. അപ്പം കാണുന്നുണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? അതായത് ഇതിനകത്ത് ചെറിയ ചെമ്മീനില്ലേ, ചെമ്മീൻ, ചിക്കനകത്ത് ചെമ്മീൻ, ചെറുപയർ, അതിൻ്റെ കൂടെ ഒരു സേല, മല്ലിയില പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് മല്ലിയില. ഞാൻ ആദ്യം എൻ്റെ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇതിനകത്ത് ചെമ്മീൻ്റെ ചുവ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ണാനെടുത്ത ചോറാണ് കേട്ടോ ഇത്. എനിക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ കറി എടുത്തില്ല. കാണിച്ചു തരാം, ഇന്നത്തെ ചിക്കൻ കറി ഞാൻ കാണിച്ചു തരാം. അപ്പം ഉരുളക്കിഴങ്ങ് കറി എടുത്തു. ശേഷം ഞാൻ ഇവരുടെ കറി എന്നോട് കൂട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പം ഭയങ്കര വെറൈറ്റി, ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം തോന്നി. ഞാൻ വേഗം എടുത്ത് നോക്കിയപ്പോൾ ഇതുണ്ട് ചെമ്മീൻ കിടക്കുന്ന കാണുന്നുണ്ടോ? ഞാൻ ലൈവിൽ പറയുമ്പോൾ ആർക്കും അങ്ങ് വിശ്വാസം വരുന്നില്ല. എന്തായാലും വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ചെമ്മീൻ കിടക്കുന്നുണ്ടോ. ഇതിനകത്ത് ചെറുപയറുണ്ട് കേട്ടോ, ചെറുപയർ പുഴുങ്ങിയിട്ടേക്കുന്നത് കണ്ടോ. ഇതിനകത്ത് പിന്നെ ഉള്ളത് നമ്മുടെ മല്ലി ഇലയാണ് കേട്ടോ. വേണ്ട ഈ ഇല, ഇത് മല്ലി ഇലയാണ്. ആ കൂടെയാണ് ഇവർ ചിക്കൻ ഇട്ടേക്കുന്നത് കണ്ടോ. ചിക്കൻ വെറുതെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, സവോള ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫിലിപ്പീൻസിൻ്റെ ഫുഡ്. എന്തായാലും നമ്മുടെ കേരളീയർസിന് ഇതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിത് ഇങ്ങനെ എടുത്തിടുന്നത് കേട്ടോ. എന്തായാലും ആരും ഒന്നും പേടിക്കണ്ട. എന്തായാലും സാധനം പുഴുങ്ങിയ സാധനമാണ്. പിന്നെ അത് തിളപ്പിച്ച വെള്ളമാണ്. അത് ചിക്കനും ചെറുപയറും ഈ പറഞ്ഞ ചെമ്മീനും കൂടി ഇട്ടിട്ട് പുഴുങ്ങിയ വെള്ളമാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇന്നത്തെ എനിക്ക് ഇവരിവിടെ ഉണ്ടാക്കി തന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരെയും കാണിക്കണമെന്ന് വിചാരിച്ച് ഇനി അടുത്തത് ഒരു മിനിറ്റ് കാണിക്കാം കേട്ടോ. ഇന്ന് ഇവിടുത്തെ ചോറും കറിയൊക്കെ കാണിക്കാം കേട്ടോ. കുവൈറ്റിൻസിൻ്റെ ചോറ് കാണിക്കാമേ. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചോറ് കേട്ടോ. ചോറ് ഒരു ഫുഡ് കഴിച്ചതിനും ബാലൻസ് നമുക്കെടുത്ത് വെക്കുന്നതാണ്. ഇതിവിടെ ഇങ്ങനെ നൂഡിൽസ് പോലൊക്കെ തന്നെ. ഇതിൻ്റെ പേരെന്താ, നമ്മുടെ ഈ ചൈനീസ് ഫുഡ് പോലൊക്കെ ആയിരിക്കും കേട്ടോ. അതാണ് ഒന്ന്. പിന്നെ ഇത് ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് കറി. അത് പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു ബീഫാണോ എന്തോ. എന്തായാലും വെജ് അല്ല, നോൺ വെജാണ്. ഞാനത് കഴിക്കാറില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് പിടിക്കത്തില്ല. ഇതെന്താണ് തിങ്സ് അതിനകത്ത് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫുഡ് ഐറ്റംസ് എന്താണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. എന്തായാലും സവോള ഉണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ നാട്ടിൽ ബീഫാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു പരിധി വരെ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. പിന്നെ ഇതാണ് കേട്ടോ ചിക്കൻ. ഇതിനകത്തുള്ള തിങ്സ് നിങ്ങൾ കാണാൻ, ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണണേ. സവോളയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്, ചിക്കൻ പുഴുങ്ങിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. എനിക്കിഷ്ടമില്ല. ഇതിനകത്ത് പുളിയുണ്ട്, വാളംപുളിയോ അങ്ങനെ എന്തോ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പുളിഞ്ചവ് വരുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ കഴിക്കലില്ല. പിന്നെ പടവലങ്ങ എന്തോ ഇതുണ്ട്, വെളുത്തിട്ട് കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, അവിടെ പടവലങ്ങ ഇട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്ന് എനിക്കിവിടെ കിട്ടിയ ഫുഡ്. അപ്പോൾ എന്തായാലും ഇഷ്ടമാണെന്ന് എനിക്കെന്തായാലും നമ്മുടെ നാട്ടിലെ മാങ്ങാച്ചാറും എനിക്കിതെൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പപ്പ വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് കേട്ടോ. മാങ്ങാച്ചാറും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കറിയും അതൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിഭവം. പിന്നെ ഇവർ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിലിപ്പീൻസ് തന്നെ അവർക്കായിട്ട് തന്നെ ഇവരുടെ ഫുഡ് ഉണ്ടാക്കാവുന്ന ഒരു കിച്ചൺ ഉണ്ട് ഇവിടെ തന്നെ. അപ്പം അവരെ കൊണ്ട് ഉണ്ടാക്കിയത്, ഇവിടെ കൂടുതൽ ഫിലിപ്പീൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അവരുണ്ടാക്കി വെച്ചേക്കുന്ന ചോറാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ. എന്തായാലും കറി കണ്ടപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഈ സ്പെഷ്യൽ വീഡിയോ. ഇതിനെന്താണ് പേര് പറയുക ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ നമ്മളൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത് കേട്ടോ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ മുത്തുമണീസ്.